നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നല്ലൊരു ചൊവ്വാഴ്ച നേരുന്നു. നമസ്കാരം ഭാര്യ. നമസ്കാരം. പക്ഷേ CPM അത്ര നല്ല കാലമല്ല അല്ലേ? നിയമസഭയിൽ ചെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഏതൊരു മുറി ചോദിച്ചെന്നോ, പോയി നിങ്ങളുടെ പണ്ട് ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ പറയില്ലേ, പോയി പാരൻ്റ് ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാം. നമ്മൾ ഈ ലീവ് ലെറ്റർ കൊണ്ട് കൊടുക്കുമ്പോഴേ, അല്ലെങ്കിൽ ഈ ആൻസർ പേപ്പറൊക്കെ കിട്ടിയിട്ട് ടീച്ചർ പറയും, പോയി അച്ഛൻ്റെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് പറയും. അതേപോലെ സ്പീക്കർ സഭാനാഥൻ പറഞ്ഞു വിട്ടത്രേ, പോയി പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് വാങ്ങിച്ചുകൊണ്ട് പോവാ. അദ്ദേഹം പറയുകയാണ് ആരാണ് പ്രതിപക്ഷ ഉപനേതാവെന്ന്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കാമെന്ന്. പക്ഷേ നമ്മുടെ KN ബാലഗോപാൽ അത് നിഷേധിച്ചു. എന്തിനാണ് KN ബാലഗോപാൽ നിഷേധിച്ചത്? വേറെ എത്രയോ പേരുണ്ടായിരുന്ന സഭയിൽ. നമ്മുടെ ഇദ്ദേഹമുണ്ട്, സ്പീക്കറുടെ മരുമകനുണ്ട്, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനുണ്ട്, അതേപോലെ തന്നെ എത്രയോ സജി ചെറിയാനുണ്ട് അല്ലേ? എത്രയോ എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുമോ എന്നാണ് ഇപ്പോൾ KN ബാലഗോപാൽ ചോദിച്ചിരിക്കുന്നത്. നിയമസഭയിൽ മുറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചരണത്തിൽ KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് സ്പീക്കർ നടത്തിയ പരാമർശങ്ങൾ ശരിയായില്ലെന്ന്. സ്പീക്കർ ഇപ്പോൾ പരാമർശിച്ചു. സ്പീക്കറിന് മുമ്പിൽ ഒരു ഹിന്റ് കൊടുത്തുകൊണ്ടാണല്ലോ സ്പീക്കർ പരാമർശിച്ചത്. അനുചിതമാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ മുറിയോ എന്തിന് PSC ചെയർമാൻ്റെ മുറി പോലുമോ ആവശ്യപ്പെട്ടൊരു കത്തോ അനൗദ്യോഗികമായ അഭ്യർത്ഥന നൽകിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്താൻ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ വെല്ലുവിളിക്കുന്നു. LDFൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുക എന്നതല്ല സ്പീക്കറുടെ ചുമതല. സ്പീക്കറെ പഠിപ്പിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ. ചോദിച്ചോ ഇല്ലേ എന്നല്ല, കൊടുത്തോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ കറുപ്പ്. ചോദിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് സ്പീക്കറുടെ കൺസേൺ. ചോദിച്ചു, മുറിച്ചതല്ലേ? എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത്? എന്താണ്? അല്ല, ഇത് ഇവർ ചെന്ന് കാരണം തിരുവഞ്ചൂരിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡൽഹിയിലാണ്. അതെ, ഡൽഹിയിലാണ്. അത് ഇല്ലാത്ത സമയത്ത്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇല്ലാത്ത സമയത്ത് ഇവർ ഈ ആരോപണം നടത്തുന്നത് എന്തിനാണെന്ന് അറിയില്ല. എന്തായാലും അതേ ഉടനെ തന്നെ മറുപടി പറയും. വളരെ കൃത്യമായി, വളരെ എഫക്റ്റീവ്, വളരെ ദീർഘനാളത്തെ നിയമസഭയിൽ പരിചയമുള്ള ദീർഘനാളത്തെ പ്രവൃത്തി പരിചയമുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പം അത്തരത്തിലുള്ളൊരു ആൾ, അതുപോലെ നിഷ്പക്ഷമായി എല്ലാത്തിലും വസ്തുനിഷ്ഠമായി പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ബഹുമാനത്തോടു കൂടി മാത്രമേ എല്ലാവരോടും സംസാരിക്കാറുമുള്ളൂ. അല്ലാതെ ഞാൻ കൈയടിച്ച ശബ്ദം കേൾക്കും, ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും എന്നൊന്നും പറഞ്ഞ് തിരുവഞ്ചൂർ സംസാരിക്കാറില്ല. നമ്മുടെ ഈ 2 മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം രൂക്ഷമായപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത് കേട്ട് ഈ VD സതീശനും നമ്മുടെ KC വേണുഗോപാലും ചെന്നിത്തല ഒതുങ്ങിയതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ പിടിച്ച് തിരുവഞ്ചൂരിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ വിഷയം അങ്ങ് ഒതുങ്ങി തീർന്നത്. അതെ, അല്ല, വളരെ വളരെ കൃത്യമായി പെരുമാറുന്ന അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഗൂഢാലോചന നടത്തിയ ആൾക്കാരെ കൂടി പിടിക്കുന്നത്, ഈ TP വധക്കേസുമായി ബന്ധപ്പെട്ട്. അതിനു മുന്നേ ഗൂഢാലോചനക്കാർ രക്ഷപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഉന്നതർ, ഈ കൊലപാതകത്തിന് പ്ലാൻ ചെയ്ത ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ്, അതിനുശേഷമാണ് ഈ കുഞ്ഞനന്തനൊക്കെ പിടിക്കപ്പെടുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവരിവിടെ ചെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഏകദേശം കൃത്യമായി തന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കാർത്തികേയന് ശേഷം ഇത്ര എഫക്റ്റീവായിട്ട് കേരളത്തിൻ്റെ സ്പീക്കർ പദവി ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരാളുണ്ടാകും എന്ന് തോന്നുന്നില്ല. ആർക്കും അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ബാലഗോപാൽ ആണ് ഇത് ചോദിച്ചതെന്നാണ് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതുമ്പോൾ മനസ്സിലാവും. അദ്ദേഹമാണ് കുറിപ്പിട്ടേക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ചോദിച്ചില്ല എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് നേതൃസ്ഥാനം ചോദിച്ചിരിക്കുന്നത് KN ബാലഗോപാലിന് വേണ്ടി തന്നെയാണ്. അതെ, അപ്പം ഇദ്ദേഹം ഇനി നിയമസഭയിൽ ചുമ്മാ ഇരിക്കുന്ന എന്തിനാണ് പിണറായി എന്ന് എഴിച്ച് പ്രതികരിച്ചൂടെ, ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിയെ കൈചൂണ്ടി ചോദിച്ച ഇനി ആ ഒരു ശക്തി കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഉപനേതാവാക്കിയാൽ നന്നായിരിക്കുമെന്ന് തോന്നൽ ഇദ്ദേഹത്തിനുണ്ടായതാണോ അതോ പാർട്ടിക്ക് ഉണ്ടായതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഒപ്പിട്ട് നൽകണമല്ലോ. പിണറായി വിജയന് തോന്നിയത് ഇനി അഥവാ എനിക്ക് വല്ലതും സ്ഥാനഭ്രഷ്ടം ഉണ്ടായാൽ, സ്ഥാനചലനം ഉണ്ടായാൽ എൻ്റെ സ്ഥാനത്തേക്ക് ഇരിക്കാനാണോ എന്നെ വിരട്ടിയത് എന്നാണ് പിണറായി എന്തെങ്കിലും നോക്കി ആലോചിച്ചത്. അതെ, അത് മാത്രമല്ല, ഇപ്പോൾ ഇവർ ഉപനേതാവ് എന്ന രീതിയിൽ ഇത് ഇപ്പം ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലെറ്റർ കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ CPI ഉടൻ തന്നെ പ്രശ്നമാക്കി മാറ്റും. ഇപ്പം തന്നെ അവർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുവാനുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി പോകുന്നത്. അത് CPI ഒന്നിനും പങ്കെടുക്കുന്നില്ലല്ലോ. അതെ, CPM-ആയിട്ടുള്ള രാഷ്ട്രീയ LDF സംയുക്ത രാഷ്ട്രീയ പരിപാടികൾക്കൊന്നും പങ്കെടുക്കില്ലെന്നൊരു തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വലിയ വെള്ളം ചേർത്തെന്നറിയില്ല. അല്ല, അത് അങ്ങനെ ഒരു വളരെ ശക്തമായ സ്റ്റാൻഡാണ് CPI എടുക്കുന്നത്. പിന്നെ അവർക്കും ഒന്നിച്ച് നിൽക്കുവാനായിട്ട്
സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ബിനോയ് വിശ്വം അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വേളയിൽ അവർക്ക് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് സംഘടിതമായി ചെന്ന് CPM-നോട് ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു കരുത്ത് ഇപ്പോഴും CPI-ക്ക് ഇല്ല. അവർക്കിപ്പം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ചോദിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI-ക്ക് വേണം, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ പ്രഷറൈസും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പഴയ ഒരു കരുത്തില്ലാത്തത് കൊണ്ട് അത് നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ആണ് ഒരു സംശയം. അപ്പം ഇങ്ങനെ ഈ പടലപ്പിണങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നേരെ പോയി ചെന്ന് ചോദിക്കാനിട. അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിപ്പായി അദ്ദേഹം ഇപ്പോൾ രേഖപ്പെടുത്തിയത് കാരണം മനസ്സിലാകുന്നതുകൊണ്ട് KN ബാലഗോപാലാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ പല ആൾക്കാരും അതിൻ്റെ നമ്മൾ സംശയിക്കാമെങ്കിൽ ഇനിയിപ്പം സംശയിക്കുകയൊന്നും വേണ്ട, ബാലഗോപാൽ തന്നെയാണ് ചോദിച്ചത്. എന്തെങ്കിലും കത്തോ മറ്റു കാര്യങ്ങളോ. ഇപ്പോൾ തിരുവഞ്ചൂരിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കത്താണ് അദ്ദേഹം പുറത്ത് വിട്ടത്, കത്ത് മുഖാന്തരമാണ് ചോദിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം കത്ത് പുറത്തു വിടാൻ സാധ്യത. കൊണ്ട് ചെന്നു എന്നാ പറയുന്നത്, അല്ലെ ഒരു കത്ത് കൊണ്ട് ഒരു അപേക്ഷ കൊണ്ടു ചെന്നു. അപ്പോൾ ഞാൻ പറയുന്നത് റിജക്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ അത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു ഇതില് പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പില്ല, പോയി ഒപ്പ് വാങ്ങിച്ചോണ്ട് വരും, തിരിച്ച് റിജക്ട് ചെയ്തിട്ടുണ്ട്. ആർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ ആ മുറി തുറന്നു തരണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ ഈ കത്ത് തിരിച്ചു കൊടുത്തു കാണുമല്ലോ, ഈ വരുന്ന ആളിന്റെ തന്നെ തിരിച്ചു കൊടുത്തു കാണുമല്ലോ. അപ്പൊ ഈ കത്ത് നമ്മുടെ സിനിമയിൽ കാക്കക്കുയിൽ താക്കോൽ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, താക്കോൽ ഇവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി തിരുവഞ്ചൂരിന് കത്ത് എടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കത്തെടുത്ത് സമൂഹ മാധ്യമത്തിന് മുന്നിൽ ഇടാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്തുണ്ടാവില്ല. പക്ഷെ ഇവർ ചോദിച്ചിട്ടുള്ള കാര്യം ഏകദേശം തന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ, ഈ വിഷ്വൽ എന്തെങ്കിലും പരിശോധിക്കേണ്ടി വരും. അത് അത്ര വലിയ ക്രൈമും കാര്യങ്ങളും ഒന്നും അല്ലാത്തത് കൊണ്ട് അതിനകത്തൊന്നും പോകില്ല. പിന്നെ ഇതൊരു ധാർമ്മികതയുടെ, രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു വിഷയമായിട്ട് അവിടെ നിഴലിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സഭയ്ക്കുള്ള നാഥനാണ്, ആ നിയമസഭാ കോൺഗ്രസിന് മൊത്തം ഉത്തരവാദി സ്പീക്കറാണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാം, വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ ഒരു മുറി അനുവദിക്കാതിരിക്കാം. പക്ഷേ അദ്ദേഹം പ്രോപ്പറായിട്ട് കത്ത് ചോദിച്ചു അല്ല, ഇത് അദ്ദേഹം പ്രോപ്പറായി കത്ത് ചോദിച്ചു. ആ കാര്യത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയിടുമ്പോൾ ഈ വെട്ടുകിളി കൂട്ടം സഭാനാഥനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു സുപ്രീം കോടതി ജസ്റ്റിസിന് കൊടുക്കുന്ന അതേ പരിഗണനയോടുകൂടിയാണ് നമ്മൾ സഭാനാഥനെ വിലയിരുത്തുന്നത്. കണ്ടംപ്റ്റ് ഓഫ് പാർലമെന്റ് അവിടെ ആ പരിഗണന ഇല്ല. കണ്ടംപ്റ്റ് ഓഫ് പാർലമെന്റ് ഉണ്ട്, വ്യവസ്ഥ ഉണ്ടല്ലേ. നമുക്ക് കണ്ടംപ്റ്റ് ഓഫ് പാർലമെന്റ് പോലെ തന്നെ, നമുക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന പോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് പാർലമെന്റും ഉണ്ട്, ഈ കണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്. അതായത് സ്പീക്കറിനെതിരെ വളരെ രൂക്ഷമായ അനാവശ്യം പറയാനായിട്ട് പാടില്ല. അത് വളരെ കൃത്യമായ നോംസ് ഉള്ളൊരു കാര്യമാണ്. ഇവർ ഈ നിരന്തരം ഇങ്ങനെ ഇദ്ദേഹത്തിനെ ഇതിൻ്റെ പേരിൽ അപമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും തിരുവഞ്ചൂർ മാറ്റി ചിന്തിക്കാനും വകയുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി, വളരെ കണ്ണിങ്, അല്ലാതെ നേരെ പോയി ചെന്ന് മറ്റേ ഡൈസ് തട്ടിപ്പറിക്കുകയോ അല്ലെങ്കിൽ അത് അവിടെ അടിച്ചു പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ നൃത്തം ചെയ്ത് നടക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. അത്തരത്തിൽ പക്വതയില്ലാത്തൊരു വ്യക്തിത്വവുമല്ല. വളരെ പക്വമതിയായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. പക്വമതിയായിട്ടുള്ളൊരു നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അല്ല, ഈ വെട്ടുക്കളികൾ ഇങ്ങനെ ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഡൽഹിയിൽ കണ്ടില്ലേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യാന്തി മിശ്ര, അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഈ പാറ്റകളുടെ സമരം, ആ അക്രമ ദൃശ്യങ്ങൾ കാണാൻ പോലും എനിക്ക് സമയമില്ല, അങ്ങനെ തിരക്കായതുകൊണ്ട് പറഞ്ഞായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണം കാണും. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അതുകൊണ്ട് അവിടുത്തെ നിയമ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും സന്നദ്ധെടുക്കില്ല എന്നിപ്പോൾ വാശി പിടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളുടെ വിധി, അല്ലാതെ എന്ത് പറയാൻ. സന്നദ്ധരെടുത്തില്ലെങ്കിൽ അവർ ഇത്ര വർഷം പഠിച്ചത് വെറുതെ ആയി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിന് ഇവർക്ക് ഈ പ്രായോഗികമായ അറിവ്, നമ്മുടെ നാട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നാടിന്റെ നിയമവ്യവസ്ഥിതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊന്നും ഇവിടെ നിയമമില്ല, ഭരണഘടനയില്ല, ഒന്നുമില്ല, സുപ്രീം കോടതി ഇല്ല, ഹൈക്കോടതി ഇല്ല എന്നാണല്ലോ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. തലവട്ടപ്പന്മാർ, NGO സംഘടനകളുടെ തലവന്മാരൊക്കെ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ആ കുട്ടികൾ അതേ പഠിച്ചതേ പാടുള്ളൂ. കുട്ടികളെ എങ്ങനെ വഴിതെറ്റിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലോ CJP സമരം. ഇവിടെ അതുപോലെ തന്നെയാണ്, എങ്ങനെ സഭയെ വഴിതെറ്റിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മുറിയും ചോദിച്ചത് അല്ലേ. നിഷേധിക്കുന്നു, പക്ഷെ കത്തെവിടെയെന്ന് പറയുന്നു, ചെന്ന് ചോദിച്ചത് ആരോടാണ്? സ്പീക്കറോടാണ്. അപ്പം അങ്ങനെ ഈ ഒരു വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യും. ഇവർ വരുത്തി വെച്ച വിനയുടെ ഒരു ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ UDF അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു വലിയ കാരണം. അതെ, ഇപ്പോൾ PSC വിഷയം, ആരാണ് ഈ പ്രശ്നം ഈ രീതിയിലേക്ക് ആക്കിയത് കഴിഞ്ഞ 10 വർഷം കൊണ്ട്? അതുമാത്രമല്ല, ഇപ്പോൾ കടലോരത്തെ പ്രശ്നം,
ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് 3 ബോട്ടുകളുണ്ടായിരുന്നു, പ്രതീക്ഷ, പ്രത്യാശ, കരുണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആംബുലൻസ് ബോട്ടുകളുണ്ടായിരുന്നു. ഇത് കട്ടപ്പുറത്താക്കി, ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഫ്ലഡ് മാർക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. PSC അനധികൃതമായി നിയമനങ്ങൾ നടത്തി. 48 പേരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ കടലിൽ കാണാതായത്. കാണാതായത്. ഇവരെന്ത് ചെയ്തു? ഒന്നും അന്വേഷിച്ച് കാണും. മറൈൻ പോലീസും കോസ്റ്റ് ഗാർഡിനൊക്കെ അവിടെ ഡ്യൂട്ടി ഉണ്ട്, അവർ പോയി അന്വേഷിക്കും. അതെ. പക്ഷെ ഇവര് ഇപ്പോൾ ഒരാളെ 2 പേരെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സതീശൻ സർക്കാരിനെതിരായ പടവാളായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷെ ഇതെങ്ങനെ വിജയിക്കും? വിജയിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ഇവരാണ് അതിന് ഉത്തരവാദികളായിട്ട്. ഇപ്പോൾ അവർ 3 മാസമേ ആയുള്ളൂ അധികാരത്തിൽ കയറിയിട്ട്. നമുക്ക് അവരെ വിമർശിക്കുന്നതിൽ ഇരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഇരുന്നത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. പുലിമുട്ട് അശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടു, ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളുടെയൊക്കെയും ഉത്തരവാദിത്വം നേരെ ചെന്ന് പതിക്കുന്നത്, ഈ അഴിമതികളുടെ എല്ലാം ഉത്തരവാദിത്വം നേരെ ചെന്ന് പതിക്കുന്നത്, അതോടൊപ്പം തന്നെ കേരള പോലീസ് ഇவ்விധം ആയി മാറുന്നതിന് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിലേക്കൊക്കെ പോകുന്നത് കേരള പോലീസിൽ നിന്നുള്ള ആൾക്കാരാണ്. അങ്ങോട്ട് വേണ്ടത്ര പരിശീലനം പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ പരിശീലനം ഒന്നും കിട്ടാതെയാണ് ഈ കോസ്റ്റ് ഗാർഡിലേക്കൊക്കെ ആൾക്കാരെ വിടുന്നത്. ഇവിടെ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് കോസ്റ്റ് ഗാർഡിലേക്ക് എടുത്തത് അത് ഒരു പതിവായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുത്തി വച്ച ആൾക്കാരാണ്. ഇപ്പോൾ സഭയ്ക്കകത്തുകൂടി ഈ രീതിയിലേക്ക് പെരുമാറ്റം നടത്തുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശ്രീകോവിലുകളിൽ ഒന്നാണ് നിയമസഭ എന്ന് പറയുന്നത്. നമ്മുടെ നിയമങ്ങൾ, പൗരന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കേണ്ട ഒരിടമാണ്. അവിടെയും അവർ ഈ രീതിയിൽ നേരത്തെ അവർ പലപ്പോഴും നിയമസഭയെ അപമാനിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ സഭയിലെ ഡയസ് തല്ലിപ്പൊളിക്കുക, സഭയുടെ ഈ ചെയറിന് മുകളിൽ കൂടെ നടക്കുക, സഭയെ അപമാനിക്കുക. നമുക്ക് യഥാർത്ഥത്തിൽ അത് അത്രയും പ്രാധാന്യം, നിയമസഭയ്ക്ക് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നിയമസഭയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രിയോ മറ്റാരെങ്കിലും തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മേൽ കേസെടുക്കുവാൻ ക്രിമിനൽ പ്രൊസീജിയറിനുള്ള ഒരു ചട്ടം പോലും അത്തരത്തിലൊരു പ്രിവിലേജ് ഉണ്ട്. അപ്പം അങ്ങനെ വളരെ പ്രാധാന്യത്തോടു കൂടി, വളരെയധികം ബഹുമാനത്തോടു കൂടി നമ്മുടെ നാട് കാണുന്ന ഒന്നാണ് നിയമസഭ. ആ നിയമസഭയുടെ ഒരു പ്രിവിലേജിനെ, അതിൻ്റെ ഒരു പ്യൂരിറ്റിയെ നശിപ്പിച്ച് കളയുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. ഇവരെല്ലാം നശിപ്പിച്ചു. ഇനി നിയമസഭയുടെ ഈ ഒരു ഏരിയയും കൂടെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിക്കാനുള്ളൊരു സമീപനമാണെങ്കിൽ ദയവായി അതെങ്കിലും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് നേരത്തെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നിയമസഭാ ഹോസ്റ്റലിൽ ഒരു മുറി ചോദിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റാഫുണ്ട്. ഇപ്പോൾ കണ്ടോൺമെൻറ് ഹൗസിലേക്ക് മാറിയപ്പോഴും നിയമസഭയിലെ ആ സ്റ്റാഫ് മൊത്തം കണ്ടോൺമെൻറ് ഹൗസിലേക്ക് മാറി. അവിടെ തികയുന്നില്ല. അങ്ങനെയാണ് അന്ന് കണ്ടോൺമെൻറ് ഹൗസ് അറ്റകുറ്റപ്പണി തീരാത്തത് കൊണ്ടാണ് അസംബ്ലിയിലെ ഒരു ഹോസ്റ്റലും കൂടെ ചോദിച്ചത്, അവിടെ ഒരു റൂം. ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ റൂം ചോദിച്ചിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സൈബർ ടീം, ഒരുപാട് ടീമുകളുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഏതൊക്കെ ടീമുകളെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അവരെയൊക്കെ അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം തിരിച്ചൊരു കുതിച്ചു കയറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു UDF ഹാൻഡിലുള്ള ഒരു സാധനം ഇറക്കി. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പന്ത് CPMൻ്റെ കോർട്ടിലിട്ട് സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് ഉപനേതാവായിരുന്ന കത്ത് നൽകിയാൽ അപ്പോൾ പ്രശ്നം തീരുമെന്ന് പറയും. ഇതിലാണ് കൊണ്ടിളകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം അവർക്കിതുകൊണ്ട് അവർക്കറിയാമല്ലോ, അവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. തിരുവഞ്ചൂർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും എന്നുള്ള കാര്യവും നന്നായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്. ഇവരെ പോലെയല്ല. ഇപ്പോൾ മടിയിൽ കനമില്ല എന്നൊക്കെ പറയും പോലെ അത്ര നിസ്സാരവത്കരിച്ച് ആൾക്കാർ കാണില്ല തിരുവഞ്ചൂർ പറയുന്നത്. അതിപ്പം ആദ്യമായിട്ട് പാർലമെന്റ് സന്ദർശനത്തിന് കഴിഞ്ഞ ദിവസം പോയതാണ്. അവിടുന്ന് ചിത്രങ്ങളൊക്കെ വന്നിരുന്നു, വാർത്തയും വന്നിരുന്നു. പാർലമെന്റിലുണ്ട് ശ്രീ തിരുവഞ്ചൂർ. അദ്ദേഹം എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച് അതിനെ അദ്ദേഹത്തിൻ്റെ തരത്തിലുള്ളൊരു പ്രതികരണമല്ല അത്. അദ്ദേഹത്തിൻ്റെ പദവിയുടെ വില കളയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പക്വമാർന്ന ശൈലിയിൽ ചിലപ്പോൾ മിതമായ വാക്കുകളിൽ പ്രതികരിക്കാം. അല്ലാതെ ഇവർ സംസാരിക്കുന്നത് പോലെ തരംതാന്ന് അദ്ദേഹം പോകുമെന്ന് തോന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകും. ചിലപ്പോൾ വളരെ ലൈറ്ററായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമില്ല ആ പ്രതികരണം എന്താകുമെന്നുള്ളത്. തീർച്ചയായും അത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ആ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ റൂം ആർക്ക് കൊടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. CPIക്കാണോ അതോ KN ബാലഗോപാലിനോ അതോ CPMലെ മറ്റേതെങ്കിലും മുഹമ്മദ് റിയാസിനോ സജി ചെറിയനോ അടക്കമുള്ള ഏതെങ്കിലും ഒരു CPM MLAക്കാണോ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ആ മുറി തുറന്നു കൊടുക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.